ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണാനോ എന്തിനെങ്കിലും ആവട്ടെ, എന്താ താല്പര്യം വെച്ചാൽ അത് എഴുതിയിട്ടാൽ മതി. ഏറ്റവും കുറഞ്ഞ ഓഫറേ ഉള്ളൂ. അതേപോലെ 2000 3000 ഒന്നുമില്ല. 100 200 മതി. 100 200 മതി. 10 200 രൂപ മതി. ഇത്രയൊക്കെ മതി ഒരു ചായക്കുള്ള പൈസ. താല്പര്യമുള്ളവർ കമൻ്റ് അടിക്കുക, കമൻ്റ് എഴുതിയിടുക മച്ചന്മാരെ. ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ കഴിഞ്ഞ ദിവസം സിന്ധു വേൾഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ, ആ ചാനലിൽ ആ സ്ത്രീ കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ട് വളരെ എന്താ പറയുന്നത്, ഈ ഇത്രയും അതപ്പതിച്ചു പോകുന്ന സ്ത്രീകൾ ഉണ്ടോ എന്ന് ഓർത്തിട്ട് വളരെ വിഷമം തോന്നുകയാണ്. ആ സ്ത്രീ പറയുന്നത് 200 രൂപ, വെറും 200 രൂപ തന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ എന്ത് കാര്യത്തിന് വേണമെങ്കിലും വരാമെന്നാണ്. ചായ കുടിക്കാനോ അതല്ല ഷോപ്പിങ്ങിനോ, ഷോപ്പിങ്ങിനാണെങ്കിൽ 250 രൂപ, സിനിമ കാണണമെങ്കിൽ 250 രൂപ, ചായ കുടിക്കണമെങ്കിൽ 200 രൂപ, വെറും 200 രൂപ തന്നാൽ മതി. പിന്നെ അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും 200 രൂപ തന്നാൽ മതിയെന്ന്. കാലം പോകുന്ന പോക്കേ. ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യന് ഇവരുടെ ചില ഷോർട്ട് വീഡിയോകളിൽ കാണാറുണ്ട്. ആ മനുഷ്യനെ തീർത്തും വളരെ അസുഖം ഒക്കെ ഉള്ള ഒരു അവശതയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അങ്ങോട്ട് പീഡിച്ച് എണീപ്പിച്ച് വലിച്ചും ഇരുത്തി നിർത്തിയും കെട്ടിപ്പിടിച്ചും അയാളെ കൊണ്ട് ചാടിപ്പിക്കുക കിടന്ന്. അവിടെ പിടിക്കുക ഇവിടെ പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കെന്നും പറഞ്ഞുകൊണ്ട് അയാളെയും കൂടെ ഇട്ട് കോപ്രായം കാണിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അയൽവാസികൾ വല്ലതും നോക്കുന്നുണ്ടോ എന്നും ഒന്ന് നോക്കുന്നുണ്ട്. ഇവർക്ക് 2 മുതിർന്ന ആൺമക്കളുള്ളതാണ്, പഠിക്കാനായിട്ട് പുറത്തെവിടെയോ ആണ്. ഈ കുട്ടികളുടെ ഭാവി എന്താണ്? വലിയ മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ലെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട്. പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സ്ത്രീകൾ യാതൊരു ഉളുപ്പുമില്ലാതെ മാനം വിറ്റിട്ടാണെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ചില പെണ്ണുങ്ങളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇറങ്ങിയതോടുകൂടി തുണി അടിച്ചുള്ള പ്രദർശനത്തിന്, ശരീര പ്രദർശനമായിട്ട് മുമ്പോട്ട് വന്നേക്കുവാണ്. 150 രൂപ മുതൽ പല റേറ്റിലും എമൗണ്ട് വെച്ചിട്ട് കുറേ ഞരമ്പന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മോശമായ രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടും. എന്നിട്ട് രാത്രി ലൈവ് വരും. കൂടുതൽ കാണണമെങ്കിൽ അക്കൗണ്ട് ഫോളോയോ സബ്സ്ക്രിപ്ഷനോ അതാണ്ട് ചെയ്യണം. ചെയ്യുവാണെങ്കിൽ കൂടുതൽ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടന്റുമായിട്ട് വരും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് പാറപ്പണിക്കും പിന്നെ മണലാരണ്യത്തിലും ഒക്കെ പോയി കഷ്ടപ്പെടുന്ന ആണുങ്ങൾ ഇവളുമാർക്ക് വേണ്ടിയിട്ട്, ഈ ഇവളുമാരുടെ ഇങ്ങനെയുള്ള കുറച്ച് പ്രദർശനം കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് അയക്കേണ്ട പൈസ, മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ട പൈസ, ഇതൊക്കെ കൊണ്ടുവന്ന് ഇവളുമാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ഇവളുമാരുടെ കുറച്ച് അലവലാതിത്തരങ്ങൾ കാണുകയും അത് കണ്ടങ്ങ് സുഖിക്കുകയും ചെയ്യുന്ന കുറേ ഞരമ്പന്മാർ നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പേക്കൂത്തുകളുമായിട്ട് ഇതുപോലെ 2 കെട്ട് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചില ആളുകൾ ഭർത്താക്കന്മാർ സൈഡ് നിൽക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ഭർത്താക്കന്മാർ അറിയാതെ ഭാര്യമാർ ഇതുപോലുള്ള രീതി കാണിക്കുന്നുമുണ്ട്. പല ബന്ധങ്ങളിലും ചെന്ന് ചാടുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലം ഇതുപോലുള്ള ഓരോ ദുരുപയോഗങ്ങളാണ് കുടുംബജീവിതത്തിൽ ഇപ്പം വന്നുകൊണ്ടേയിരിക്കുന്നത്. പലരും പഴയ ഫ്രണ്ടിനെ, കൂടത്തിൽ പഠിച്ച സഹപാഠികളുടെ കൂടെ വീണ്ടും മീറ്റ് ചെയ്യുന്നു. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെടുന്നു, പിന്നെ മീറ്റ് ചെയ്യുന്നു, പിന്നെ ബന്ധം പുതുക്കുന്നു. പഠിച്ചിരുന്ന കാലത്ത് ചെറിയ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു കാണും, അതിപ്പം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് ഒളിച്ചോട്ടമായി, ചുറ്റിക്കറങ്ങലായി, പിന്നെ ചാറ്റിംഗ് ആയി, അവസാനം ചീറ്റിങ്ങിലേക്ക് വരും. ഈ എത്ര കൊണ്ടാലും ഇതൊന്നും പഠിക്കുകയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു സംഭവം, ഹസീന ബീവി എന്ന് പറഞ്ഞ സ്ത്രീയെ ഭർത്താവ് സുരേഷ് കൊലപ്പെടുത്തിയത്. അത് പഴയ സഹപാഠിയുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കാൻ പോയതാണ്. പിന്നീട് ആ ബന്ധം അകറ്റാൻ പറ്റിയില്ല. ഭർത്താവിനെ 4 മക്കളെ ഉപേക്ഷിച്ചാണ് പാതിരാത്രിക്ക് കാമുകൻ പുറത്ത് നിൽക്കുകയാണ്. ആ കാമുകന്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഹസീന ബീവി. അവളെ ഭർത്താവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:45 സമയം വരെ നോക്കി നിൽക്കുകയാണ്. ഇവള് പുറത്ത് പോവുക, ഭാര്യ കാമുകന്റെ കൂടെ പോവുമെന്ന്. അവസാനം പോവുമെന്നുള്ളൊരു ലെവലിൽ വന്നപ്പോഴത്തേന് ഭർത്താവ് 2ഉം കൽപ്പിച്ച് അവളെ അങ്ങ് തീർത്തു.
ഇങ്ങനെയാണ് ഈ അവിഹിത ബന്ധങ്ങളുടെ അവസാനം എന്തെങ്കിലും ഒരു രീതിയിലുള്ള പെടുമരണങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. ഇപ്പം കാണുന്ന ആ ഒരു സ്നേഹവും ആ ഒരു ഇതും കരുതലും ഒന്നും കുറച്ച് കഴിയുമ്പം കാണുകയില്ല. വെറും ഒരു ശരീരത്തോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു 5ഓ 6ഓ മാസം കൂടിപ്പോയാൽ 1 കൊല്ലം 1 കൊല്ലം വരെയൊന്നും നീണ്ടു നിൽക്കില്ല ഈ അവിഹിത ബന്ധങ്ങളൊക്കെ. അത് കഴിയുമ്പോൾ അവർക്കത് വേണ്ടാതെ അടുത്ത ഇതിലേക്ക് പോകുമ്പോഴത്തേനും ഇവർ വെറും പുറമ്പോക്കായിട്ട് തള്ളിക്കളയുക ചെയ്യും. പിന്നെ മക്കളെയും ഒക്കെ അടുത്തേക്ക് കാല് പിടിച്ച് ചെല്ലുമ്പോഴാണ് അവരുടെ അവസ്ഥ എന്താകും. ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പോൾ സ്ത്രീകൾ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് വെറുതെ മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനും ഇതുപോലുള്ള ഇങ്ങനെയുള്ള പിന്നെ അപരാധങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല എന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ സ്ത്രീ കാണിക്കുന്ന ഇവർ സംസാരിക്കുന്നത് കേൾക്കേണ്ടതാണ്. വെറും 200 രൂപ തന്നാൽ മതി, തന്നാൽ ഞാൻ എവിടെ വേണേലും നിങ്ങളുടെ കൂടെ എന്ത് രീതിക്ക് വേണേലും ആരുടെ ബെഡ്റൂമിൽ വേണേലും പങ്കിടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത്. അതിന് നമുക്ക് ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് വരാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മഴക്കാല ഓഫറാണ്. മച്ചന്മാരെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ഇടുക. അതായത് എൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണാനോ എന്തിനെങ്കിലും ആവട്ടെ, എന്താ താല്പര്യം അത് എഴുതിയിട്ടാൽ മതി. ഏറ്റവും കുറഞ്ഞ ഓഫറേ ഉള്ളൂ. അതേപോലെ 2000 3000 ഒന്നുമില്ല, 100 200 മതി. ഷോപ്പിംഗ് നടത്താൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ 10-200 രൂപ മതി, ഇത്രയൊക്കെ മതി ഒരു ചായക്കുള്ള പൈസ. സിനിമയ്ക്കാണെങ്കിൽ 250. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിൽ 250, അത്രയും മതി. നമ്മൾ പാവങ്ങളല്ലേ, അത്രയൊക്കെ മതി. താല്പര്യമുള്ളവർ കമൻ്റ് അടിക്കുക, കമൻ്റ് എഴുതിയിടുക മച്ചന്മാരെ. ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ഡൽഹിയിൽ കറങ്ങാൻ പോകുമ്പോൾ 2000, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ 2500, അതൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കറങ്ങാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് അത്ര ഒന്നുമില്ല. മഴക്കാലത്തിൻ്റെ ഓഫറാണ്, പ്രത്യേക മഴക്കാല ഓഫർ കേട്ടോ. രൂപ കൊടുത്താൽ മതി ചേച്ചി, എന്ത് വേണേലും കാട്ടിത്തരാം ചേച്ചി, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നുള്ളൊരു ലെവലിലേക്കാണ് ചേച്ചിയുടെ സംസാരം. ഇതൊക്കെ ആ മനുഷ്യൻ, ആ പാവം മനുഷ്യൻ കിട്ടിയവൻ്റെ അറിവോട് കൂടിയാണോ അതോ ഇനിയും അറിവില്ലാതെയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇനി വയ്യാതെ കിടക്കുന്നതിനെ എടുത്ത് പൊക്കി ചാടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പുള്ളി ഓർക്കുന്നത് എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയൊക്കെ കരുതുള്ളൂ. ഇങ്ങനെയുള്ള സംസാര രീതികളും പ്രവൃത്തികളും കാണുന്നുണ്ടോ അതോ ഇനി സപ്പോർട്ട് ചെയ്തതാണ് പണത്തിന് വേണ്ടിയിട്ട് തന്നെക്കൊണ്ട് ഇനിയും പറ്റിയല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള ഇതില്ല, ഭാര്യയ്ക്ക് ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തേക്കാം, ഒന്നും അറിയണ്ട, കണ്ണും അടച്ചങ്ങ് നിന്നേക്കാം എന്ന് കരുതി ആണോ എന്നുള്ള കാര്യത്തിലും അറിയത്തില്ല. എന്തായാലും ആ 2 മക്കളുടെ ഭാവി എന്താണ്, 2 ആൺമക്കൾ, അവരുടെയൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ ഈ തള്ള ഇങ്ങനെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം, ഈ തോന്നിയാസങ്ങൾക്കൊക്കെ ഇവരൊരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയില്ല ഈ മക്കൾ. അതൊന്നും ചിന്തിക്കാതെയാണ് ഈ സ്ത്രീ കിടന്ന് ആരുകാലും പറിച്ച് കിടന്ന് ചാടുന്നത്. ഊട്ടിയിലേക്ക് കാശ് അയച്ചു തരണം, എനിക്കൊരാഗ്രഹമുണ്ട് ഊട്ടിയിലേക്ക് പോകണമെന്ന്. പക്ഷെ നിങ്ങൾ ആരും പൈസ അയച്ചു തന്നില്ല. നമ്പർ എല്ലാവരും ഞാൻ ഇട്ട് തന്നു, പക്ഷെ ആരും പൈസ അയച്ചു തന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ ചില ഞരമ്പന്മാരായിട്ടുള്ള ആളുകൾ ഇതുപോലെയൊക്കെയുള്ള ഇവരുടെ പ്രദർശനങ്ങൾ കണ്ടിട്ട് ഇട്ട് കൊടുക്കുമെന്നുള്ളൊരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് തന്നെ. എന്താണ് ഇപ്പം ഈ ഇത്രയും മോശമായ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സ്ത്രീകളുടെ പോക്ക്. അതുപോലെ തന്നെ ഇനി ഇത് കണ്ടിട്ട് വരും തലമുറയിലെ യുവതികളും ഇത് കണ്ട് അനുകരിക്കും. വീട്ടമ്മമാരും ഒക്കെ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഞരമ്പന്മാരുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതിൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുമല്ലോ എന്ന് കരുതിയാണ് ഇതുപോലുള്ള അഴിഞ്ഞാട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഭാവി എന്താണ്, ഇവർക്ക് നാളെ സമൂഹത്തിൽ എന്താണ് വിലയുള്ളത് എന്നൊന്നും ചിന്തിക്കാതെ കാണിക്കുന്ന ഒരു തരം എന്താ പറയുന്ന തോന്നിയാസം തന്നെയാണ്. ഒരു പരിധി വരെ ഇതിനെയൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനി നാളെ ഇതിൽ കൂടുതൽ പരിപാടികളുമായിട്ട് പലതും കാണിക്കാൻ യാതൊരു മറയില്ലാതെ ആളുകൾ രംഗത്തേക്ക് വരും.
പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 10ഉം 15ഉം വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് ഇതൊക്കെ ആ സമയത്ത് എന്താ കാണേണ്ടതെന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ, ആ ഒരു ടെൻഡൻസി ഉള്ള ഒരു പ്രായമാണ്. അവരൊക്കെ ഇതിൽ കയറുകയും വീട്ടുകാരറിയാതെ ഇവരെയൊക്കെ ഫോളോ ചെയ്യുകയും പൈസ അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്ത് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഭാവി തലമുറയെ കൂടെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള തോന്നിയാസങ്ങളുമായിട്ടാണ് ഇതുപോലുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വന്നത്. ഇതിനെതിരെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചും തമാശയായിട്ടും കരുതാതെ ഇതിനെതിരെ തന്നെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ കുറേയെങ്കിലും ഇതിനൊക്കെ ഒരു അറുതി വരികയുള്ളൂ എന്നാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം പല സെലിബ്രിറ്റികളും ഒക്കെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ കണ്ട് അവർക്കൊക്കെ ഇത്ര രൂപ കോടികൾ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്നും കരുതിയാണ് ഇതുപോലെ പലരും ആകൃഷ്ടരായിട്ട് ഇങ്ങനെ ഈ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്നത്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നിർത്തലാക്കുക തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.